ഈ കോൺഗ്രസ് പാർട്ടിയിലൊരു പുനഃസംഘടന അനിവാര്യമാണെന്ന് തോന്നുന്നു നമ്മുടെ സംസ്ഥാന ഘടകത്തിൽ. ആ പുനഃസംഘടന ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും പ്രത്യേക നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതുമാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോഴത്തെ നിർദ്ദേശം സുനിൽ കനകോലുവാണല്ലോ അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജികൾ നിശ്ചയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഈ ഉടനടി ഒരു കോൺഗ്രസ് പുനഃസംഘടന അനിവാര്യമാണ്. അതിൽ ക്രിസ്ത്യൻ ലോബിക്കും അനുകൂലമായ ഒരു KPC പ്രസിഡന്റ്, അല്ലെങ്കിൽ ഈഴവ ലോബിക്ക് അനുകൂലമായ ഒരു KPC പ്രസിഡന്റ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നേതൃമാറ്റം സംഘടനാതലത്തിൽ കൂട്ട അഴിച്ചുപണി ഒക്കെ കനകോലു നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം KPCC എത്രത്തോളം വിലക്കെടുക്കും എന്നുള്ളത് കണ്ടറിയണം. കാരണം അങ്ങനെയൊക്കെ പോയാൽ കടന്നക്കുട്ടി കല്ലിട്ട പോലെ ആകും എന്നുള്ളത് KPCC നേതൃത്വത്തിന് ഇപ്പോഴറിയാം. ഇപ്പോൾ ഒരു വലിയ അഴിച്ചുപണിക്ക് പോകുന്നത് എന്തായാലും, പ്രത്യേകിച്ച് തരൂർ ഉണ്ടാക്കിയിരിക്കുന്ന വിവാദങ്ങളൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ KPCCക്കകത്ത് ഒരു വലിയ അഴിച്ചുപണിക്ക് പോയാൽ അത് സംഘടനയെ വളരെ ശക്തമായി ബാധിച്ചേക്കാം എന്നുള്ളത് KPCC നേതൃത്വത്തിലുള്ളവർക്കും പ്രതിപക്ഷ നേതാവിനും മറ്റ് നേതാക്കൾക്കും അറിയാമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പഞ്ചാബിൽ ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് പറ്റിയതാണ്. അതെ, അവിടെ മുഖ്യമന്ത്രി സ്ഥാനം മാറ്റുകയൊക്കെ ചെയ്തപ്പോൾ അവർ കൈവിട്ടു പോയി. അതോടെ കോൺഗ്രസ് അവിടെ ശിഥിലമായി പോയി. ഏതാണ്ട് അതേപോലെ തന്നെ ശിഥിലമാകാനുള്ള, ഇപ്പം കനകോലുവിൻ്റെ പ്രപ്പോസൽ കറക്റ്റാണ്, പക്ഷേ ആ പ്രപ്പോസൽ നടപ്പിലാക്കാനുള്ള ഫ്രെയിംവർക്ക് അല്ല കേരളത്തിലുള്ളതെന്നുള്ളതാണ്. ഇത് കർണാടകയിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം അവിടെ സിദ്ധരാമയ്യയും DK ശിവകുമാറും മാത്രമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിയെ ഒന്നിച്ച് നിർത്താൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സുധാകരൻ പിന്നെ സെമി കേഡറാക്കുമെന്ന് പറഞ്ഞ് വലിയ ശക്തമായ മുഷ്ടിപ്രയോഗം നടത്തിയിട്ട് നടന്നില്ല. യുവാക്കളെ ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങൾ അതും അധികമൊന്നും വിജയിച്ച് കണ്ടില്ല. അതിനേക്കുള്ള വഴികളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ KC വേണുഗോപാലിൻ്റെ നിരന്തരമായ സമ്മർദ്ദവും കാര്യങ്ങളും അങ്ങനെ നടക്കുന്നു. ഇതിനിടയ്ക്ക് പെട്ടെന്ന് പല പത്രപ്രസ്താവനകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ശശി തരൂർ ഇവിടെ ഒരു പുതിയ മാറ്റം ആവശ്യമാണ്, ഈ രീതിയിൽ വോട്ട് പിടിക്കാൻ നിന്നാൽ കിട്ടൂല, കുറേ പുതിയ വോട്ടർമാരെ കോൺഗ്രസിൻ്റെ കൂടെ നിർത്താൻ ഉള്ള മുദ്രാവാക്യങ്ങൾ, അതിനുള്ള ചില പിന്നെ പ്രപ്പോസലുകൾ, തന്ത്രങ്ങൾ ഒക്കെ മെനയണമെന്ന് തരൂരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പെട്ടെന്നൊരു നേതൃമാറ്റം അനിവാര്യമാണെന്ന് പറയുന്നെങ്കിലും അത് അനിവാര്യമാണോ എന്ന് KPCC ഇന്ന് ചിന്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് അവരുടെ കൊച്ചിയിലെ യോഗം നടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് നാളെ ഡൽഹിക്ക് അവരുടെ പോയി ഇവിടുത്തെ പഴയ KPCC പ്രസിഡന്റുമാർ, നിലവിലെ KPCC ഭാരവാഹികൾ, MP മാർ, 10-15 വരുന്ന MP മാരെല്ലാം കൂടെ അവിടെ ഇരുന്ന്, അതിൽ ശശി തരൂരും പോകുന്നുണ്ട്, അവരെല്ലാം ഇരുന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലും ഈ വിഷയം ഉണ്ടാകും. ശരിയായ മാതൃക KPCCക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവർ ശക്തമായി നിലകൊള്ളുക എന്നുള്ളതാണ്. കാരണം 22,000-ഓളം സ്ഥാനങ്ങൾ കോൺഗ്രസ്സുകാർക്ക് അതിൽ ഭൂരിപക്ഷം പിടിച്ചടക്കാൻ കഴിഞ്ഞാൽ, ഒരു 15,000-ന് മേൽ, ഒരു 18,000 വരെയൊക്കെ പിടിച്ചടക്കാൻ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 140 മണ്ഡലങ്ങളിലേക്കുള്ള മത്സരത്തിന് ഒരുപാട് എളുപ്പമുണ്ട്. അത് പക്ഷേ അത്ര അനായാസമായിട്ട് കിട്ടുന്നതല്ല. കാരണം ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നടന്നപ്പം മലബാർ, കൊച്ചി, തിരുക്കൊച്ചി, തിരുവിതാംകൂർ എല്ലാ ഭാഗത്തെ മേഖലകളിൽ നിന്നാണ് ഒരു 30ഓളം മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത്, വാർഡുകളിൽ. ഈ തെരഞ്ഞെടുപ്പുകളിൽ 17 സീറ്റ് CPM-നാണ് കിട്ടിയത്, 12 സീറ്റേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. SDPI ഒരു തലത്ത് മത്സരിച്ചു. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ SDPI മാത്രമൊന്നും ആയിരിക്കില്ല, പല കക്ഷികളും പല മുന്നണികളും ഒക്കെ രൂപം കൊള്ളാൻ ചാൻസ്. പക്ഷെ തദ്ദേശവും നിയമസഭയും പാർലമെൻറ്റും ഒക്കെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വളരെ വിഭിന്നമല്ലേ? വിഭിന്നമാണ്. പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തകരില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അനുഭവിക്കുന്ന ദയനീയാവസ്ഥ. ഇപ്പം എല്ലായിടത്തും ഫലത്തിൽ എല്ലായിടത്തും മണ്ഡലം കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ചെറുപ്പക്കാരെ കുറേ പേരൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചലനാത്മകമായിട്ടില്ല എന്നുള്ളത് KPCCക്ക് നല്ലപോലെ അറിയാം, DCCക്കാർക്കും നല്ലപോലെ അറിയാം. കാരണം ഇവരോടൊക്കെ പലതും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല.
വേദി ഒരുക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് അവിടെ നല്ല കതറൊക്കെ അലക്കി തേച്ച്, അത് 200-300 രൂപ കൊടുത്താലും നല്ല കതറും മുണ്ടും ഷർട്ടും ഒക്കെ അലക്കി തേച്ച് അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ നിന്നോളാമെന്ന് പറയുന്ന ഒരുപാട് പ്രവർത്തകർ ഇപ്പം താഴെത്തട്ടിലുണ്ട്. ഇതുകൊണ്ട് കേരളത്തിൽ ഇതാണ് ഈ ഇടതുമുന്നണിക്കുള്ളൊരു ഗുണം. ഇടതുമുന്നണി എന്തുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും സീറ്റ് പിടിച്ചു? 30-ൽ 17 സീറ്റ് എങ്ങനെ പിടിച്ചു? അതായത് മോർ ദാൻ 50% അവർക്ക് പിടിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. അവരുടെ വോട്ട് റേഷ്യോ വെച്ചിട്ടായാലും, അവരുടെ സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ടായാലും, അവരുടെ ജനസമ്മതി വെച്ചിട്ടായാലും ഇപ്പം എബോവ് 50% അവർക്ക് വാങ്ങിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ അവർ പിടിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് ഗോവിന്ദമാഷൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 3-ാം തവണയും വരും എന്നുള്ള രീതിയിൽ തട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വളരെ കോൺഫിഡൻസിലാണ്. താഴെത്തട്ടിൽ അവർക്ക് പ്രവർത്തകരുണ്ടെന്നേ. 38,000 ബ്രാഞ്ച് കമ്മിറ്റികൾ ഇപ്പം നല്ലപോലെ പുതുക്കി കൂട്ടി ഒക്കെ എടുത്തിട്ടുണ്ട്. 12,500 2,444 മറ്റാണ് ലോക്കൽ കമ്മിറ്റികൾ. 280ഓളം വരുന്ന ഏരിയ കമ്മിറ്റികൾ, 14 ജില്ലാ കമ്മിറ്റികളൊക്കെ അവർ പെട്ടെന്ന്, ഇതൊരു വലിയ പ്രോസസ്സല്ലേ. ആ പ്രോസസ്സ് അവർ വലിയ കുറേ വിമർശനമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നതൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും വലിയ തിരക്കേടില്ലാതെ ഇത് വേറൊരു പാർട്ടിക്ക് കഴിയില്ല കേരളത്തിൽ. ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇത്രയും നെഗറ്റീവ് ഭരണത്തിനെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും ഒക്കെ നിലനിൽക്കുമ്പം ഒരു വലിയ പരിക്കൊന്നുമില്ലാതെ അത്രയും സംവിധാനം അവർ കറക്റ്റാക്കിയില്ലേ. താഴെത്തട്ടിൽ എത്രയാണെന്ന് നിങ്ങൾ നോക്കണം. ബോഡികൾ അത് 40,000 ബോഡികൾ താഴെത്തട്ടിൽ അവർ 41,000 എന്ന് കൂട്ടിക്കും. 41,000 പാർട്ടി ബോഡികൾ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, LCയും പിന്നെ ബ്രാഞ്ചും ഒക്കെ കൂടെ ചേർത്ത്. അപ്പോൾ അത് ചില്ലറ കളിയല്ല. 41,000-ൽ 10 പേരെ കൂട്ടിയാൽ എത്രയാണ്? എന്നാൽ തന്നെ 4 ലക്ഷത്തിന് പുറത്തായില്ലേ. 10 പേര് സജീവ പ്രവർത്തകർ, 10 പേരെ കൂട്ടി. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ KPCC പ്രസിഡന്റ് സ്ഥാനം സുധാകരനെ മാറ്റി നിർത്താനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അതെല്ലാം പ്രശ്നമാണ്. KPCC പ്രസിഡന്റിനെ പെട്ടെന്ന് മാറ്റിയാൽ അതും പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഇവിടെ കനകോല് വെച്ച പ്രപ്പോസലൊന്നും തിരക്കേടില്ല. പക്ഷെ അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് കുറെ കൂടെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. അല്ലെങ്കിൽ പലവിധ പ്രത്യാഘാതങ്ങൾക്കുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോഴത്തെ ഈഴവൻ മന്ത്രിയാവണം, എന്നാൽ ഈ ഈഴവ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾ KPCC പ്രസിഡന്റ് ആവണം, ക്രൈസ്തവരാകണം എന്നൊക്കെ പറയുന്നതിൽ നിന്നും വലിയ കഥയില്ല. അതുകൊണ്ടൊന്നും ആ വോട്ടുകൾ പൂർണ്ണമായിട്ട് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ മറ്റു പാർട്ടികൾ ഇതേ തന്ത്രങ്ങളല്ലേ പ്രയോഗിക്കുക. അവർക്കത് ബുദ്ധിയില്ല ഇരിക്കുന്നത്. അവർക്കും ഇതൊക്കെ തന്നെയാണ് താല്പര്യം. മനസ്സിലായില്ലേ? ഈഴവർ ഇവിടെ നിർണായക ശക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. 10-27% വോട്ട് അവരുടെ കയ്യിലുണ്ട്. ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ 10-18% വോട്ട് അവരുടെ കയ്യിലുണ്ട്. ഈ രണ്ട് കമ്മ്യൂണിറ്റിയെ അങ്ങനെ ആരും പണക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അവരുടേതായ റോൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ല, ഈഴവരെയോ അല്ലെങ്കിൽ ക്രൈസ്തവരെയോ മാത്രം പരിഗണിക്കുമ്പോൾ നായർ സമുദായവും ബാധിക്കുകയല്ലേ. ചെറിയ വോട്ടുകളല്ലേ ഇവിടെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഈ ഒരു ജാതിയുടെ ഒരാളിനെ തലപ്പത്ത് കൊണ്ടുവന്നുകൊണ്ടൊന്നും വലിയ ഗുണമുണ്ടാകാൻ പോകുന്നില്ല. അത് ഇടതുമുന്നണി കാണിക്കുന്ന ഗിമിക്കുകളെന്ന് നമുക്കറിയാമല്ലോ. ഇടതുമുന്നണി ഏതെങ്കിലുമൊക്കെ തട്ടുപൊളിപ്പൻ പ്രസ്ഥാനങ്ങളും കൊണ്ടല്ലേ വരുന്നത്. ഒന്നെങ്കിൽ നവകേരള നിർമ്മിതി, അതല്ലെങ്കിൽ പിന്നെ ഞങ്ങളിപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞിരിക്കുന്നത് 20 വർഷത്തിനുള്ളിൽ നമ്മൾ വികസ്വര രാഷ്ട്രങ്ങൾക്കൊപ്പം കേരളത്തിനെ എത്തിക്കും. ചിലയിടത്തൊക്കെ വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഞങ്ങൾ വികസ്വര രാഷ്ട്രങ്ങൾക്കൊപ്പം എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം പുതിയ സ്ലോഗൻസൊക്കെ അടിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും എല്ലാവർക്കും പറയാം. അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ലോക്കൽ കാൻഡിഡേറ്റ് കിടിലമായിരിക്കും എന്നുള്ളതാണ്. പലയിടത്തും അവരുടെ വിജയത്തിന് രഹസ്യം അതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ലോക്കൽ സ്ഥാനാർത്ഥികളാണ് പ്രധാനം. ഇത് കോൺഗ്രസിന് പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ആ സമയത്ത്, കാരണം ഈ പറഞ്ഞതുപോലെ താഴെത്തട്ടിൽ അവരുടെ പ്രവർത്തനം, താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തകർ കുറവാണ്. അപ്പോൾ പിന്നെ ഇനി പരീക്ഷിക്കാവുന്ന KSUവിനെയൊക്കെയാണ്. അതാണ് നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, യുവാക്കളെ കൂടുതൽ രംഗത്ത് കൊണ്ടുവരുന്നത്. അത് വലിയൊരു നല്ല പ്രപ്പോസലാണ്. KSUക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ കൂടുതലായിട്ട് 22,000 പേരെ ഫീൽഡിൽ ഇറക്കിയാൽ, അതിൽ മെജോറിറ്റിയെ വീട്ടിലിറക്കിയാൽ അതിന് ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൂടായില്ല. കാരണം പിള്ളേരൊക്കെ ഇപ്പോൾ നല്ല ശക്തമായി പ്രവർത്തിക്കുന്നവരാണ്. ഈ KSUവിലേക്കുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല. SFI ആയിട്ടൊക്കെ ഇപ്പം അടിച്ച് പിടിച്ച് നിൽക്കുന്ന, അങ്ങനെ നിൽക്കുന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അവരെ വെച്ചിട്ട് ഇപ്പോൾ KSU, എനിക്ക് തോന്നുന്നത് കനകോലു പറഞ്ഞതിനെ നമ്മളതിനെ വിമർശിക്കാനല്ല പറയുന്നത്. പക്ഷേ ആ പ്രപ്പോസൽ കറക്റ്റാണ്. പക്ഷേ അത് കേരളത്തിലെ സാഹചര്യത്തിൽ
പുനഃസംഘടനയാണോ അതോ താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് 22,000 KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇറക്കിക്കൊണ്ട് മാക്സിമം ആൾക്കാരെ 50% കൂടുതലെങ്കിലും ഈ 22,000 എന്ന് പറയുന്നതിൽ 50%-ലെങ്കിലും കൂടുതലെങ്കിലും അല്ലെങ്കിൽ 1,100-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു 500-600-ൽ കൂടുതലെങ്കിലും തങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും 26-ലെ ഇലക്ഷനുള്ള ബേസ്. അത്രയും താഴെത്തട്ടിൽ അത്രയും ഭരണതലത്തിൽ നിൽക്കുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അടൂർ പ്രകാശിനെ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടോ ഒന്നും വലിയ വിശേഷം ഉണ്ടാകാം. അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരിക, അതൊന്നും ആയിരിക്കില്ല അവർക്ക് കൂടുതൽ യോജിക്കുന്നത്. അവർ താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണം ഫോക്കസ് ചെയ്യുക. അതായിരിക്കും എനിക്ക് തോന്നുന്നത് KPCCയും അത് തന്നെയായിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ ഇന്ന് നടക്കുന്ന കൊച്ചിയിലെ തീരുമാനവും മിക്കവാറും അങ്ങനെയൊക്കെ വരാനായിരിക്കും ചാൻസ്. താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാക്സിമം സ്ഥാനങ്ങൾ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDF പിടിച്ചടക്കുക, 500-600-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെങ്കിലും തങ്ങളുടെ കൈവശം നിർത്താൻ നോക്കുക. ഇതാണ് അവർക്ക് ചെയ്യേണ്ട കാര്യം. എങ്കിലേ 26-ലേക്ക് ഉള്ള തറയിലേക്ക് ഇറങ്ങാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.